ഗൈസ് വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പുതിയ പ്രൊഡക്ട്സ് ഒന്നും അൺബോക്സ് ചെയ്യാനല്ല, നമ്മളുടെ കയ്യിലുള്ള പ്രൊഡക്ട്സ് ഏതൊക്കെയാണെന്ന് നിങ്ങളൊന്ന് കാണിക്കാം. അതാണ് നമ്മുടെ പരിപാടി. അപ്പോൾ വീഡിയോ വലിച്ച് നീട്ടുന്നില്ല. അപ്പോൾ നമ്മളുടെ കാർ കളക്ഷൻ, നമ്മളുടെ കയ്യിൽ എത്ര കാറുകളുണ്ട്, ഏതൊക്കെയാണ് കാറുകൾ, എന്തൊക്കെയാണ് ഇതിൻ്റെ വില എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യമേ പറയാം, ഞാൻ അത്ര വലിയ കാർ കളക്ടറൊന്നുമില്ല. എനിക്കിപ്പോൾ റീസെൻ്റ്ലി നമ്മൾ ഈ അടുത്താണ് ഇപ്പോൾ കളക്ഷനൊക്കെ തുടങ്ങിയിരിക്കുന്നത്. നമ്മൾ ഈ ചാനൽ തുടങ്ങിയതിന് ശേഷമാണ് ഇപ്പോൾ രണ്ടാമത് കാർ കളക്ഷനൊക്കെ തുടങ്ങിയിരിക്കുന്നത്. പണ്ട് എൻ്റെ കുറേ കാശൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ നമ്മൾ തല്ലിപ്പൊടിച്ചും അതുപോലെ തന്നെ കുറേയൊക്കെ കളഞ്ഞു പോയിട്ടുണ്ട്, കുറേയൊന്നുമില്ല. അപ്പോൾ ഈ ചാനൽ തുടങ്ങിയപ്പോഴാണ് ഞാൻ രണ്ടാമത് നമ്മുടെ കളക്ഷൻസൊക്കെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആലോചിച്ച് രണ്ടാമത് കളക്ഷൻസൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാറ് വാങ്ങുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷേ ഇതൊന്നും ഞാൻ വാങ്ങിയതൊന്നും യഥാർത്ഥത്തിൽ കാറുകളല്ല, നമ്മൾ ഇനി വാങ്ങാൻ പോകുന്ന ഐറ്റംസൊക്കെയാണ് യഥാർത്ഥ സാധനങ്ങൾ. അപ്പോൾ വലിച്ചു നിട്ടുന്നില്ല, നമുക്ക് കാര്യങ്ങളിലോട്ട് തുടങ്ങാം. അപ്പോൾ നമ്മൾ ഈ ചാനൽ തുടങ്ങിയിട്ടാണ് ഈ കളക്ഷൻ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 1000 സബ്സ്ക്രൈബേഴ്സിന് മേലെ ആയിട്ടുണ്ട്. എല്ലാവർക്കും നമ്മളുടെ നന്ദി അറിയിച്ചുകൊള്ളുന്നു. ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം 3 വർഷമായി. 3 വർഷം കൊണ്ട് ഇപ്പോഴാണ് 1000 സബ്സ്ക്രൈബേഴ്സ് അടിക്കുന്നത്. അപ്പോൾ സന്തോഷമുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു സന്തോഷ വാർത്തയിൽ നമ്മൾ വാങ്ങി കൂട്ടിയ സാധനങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ പ്രൊഡക്ട്സിൻ്റെ ആ ക്വാളിറ്റിയും കാര്യങ്ങളെല്ലാം പറയാം. അപ്പോൾ നമ്മൾ ഈ ഒരു കളക്ഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മൾ ആദ്യം വാങ്ങിയിരിക്കുന്നത് വെച്ചാൽ ജിപ്സിയാണ്. അപ്പോൾ ജിപ്സി അത്യാവശ്യം നല്ലൊരു സംഗതി തന്നെയാണ്. കാരണം ഇത് സെൻറ്റി എന്ന് പറയുന്ന ബ്രാൻഡിനാണ് നമ്മൾ ഈ ഒരു ജിപ്സി വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ജിപ്സി അത്യാവശ്യം നല്ല ഡീറ്റെയിലിങ്ങും കാര്യങ്ങളാണ് ഈ ഒരു ജിപ്സിയിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ വണ്ടികളുടെയൊക്കെ വില എത്രയൊക്കെയാണെന്ന് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജിപ്സി എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ജിപ്സി എത്ര രൂപ മേടിച്ചത്? ജിപ്സി ഏകദേശം 331 രൂപക്കാണ് ഈ ജിപ്സി മേടിച്ചിരിക്കുന്നത്. സെൻറ്റി എന്ന് പറയുന്ന ബ്രാൻഡിൽ നിന്നാണ് നമ്മൾ ജിപ്സി മേടിച്ചിരിക്കുന്നത്. പക്ഷേ 331 രൂപയ്ക്കുള്ള പ്രൊഡക്റ്റൊന്നുമില്ല. മാക്സിമം പോയി 250 രൂപ, അത്രയൊക്കെ ഉള്ളൂ ഇതിൻ്റെ വിലയെന്ന് പറയുന്നത്. അത് തന്നെ കൂടുതലാണ്. പിന്നെ സെൻറ്റി എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ സാധനങ്ങളൊക്കെ മേടിക്കുകയാണെങ്കിൽ മാക്സിമം 300 രൂപ, അതിന് മേലെ കൊടുത്ത് വാങ്ങാനുള്ള ഐറ്റംസ് ഒന്നുമില്ല. സെൻറ്റി എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഏറ്റവും നല്ല വാഹനങ്ങളിലൊന്നാണ് ജിപ്സി. അപ്പോൾ ജിപ്സി വാങ്ങിയതിന് ശേഷം നമ്മൾ രണ്ടാമത് വാങ്ങിയത് എനിക്ക് തോന്നുന്നത് ഈ ഒരു അംബാസിഡറാണ്. അംബാസിഡർ സെൻറ്റിയുടെ തന്നെയാണ്. അംബാസിഡറിന് ഏകദേശം 100 എത്ര രൂപ ഞാൻ എഴുതി, ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ടായി എത്ര രൂപയ്ക്കാണ്. അംബാസിഡറിന് ഏകദേശം 165 രൂപ. 165 രൂപയ്ക്ക് തെറ്റില്ല. ഞാൻ ബ്ലാക്ക് കിട്ടുമെന്നാണ് പ്രതീക്ഷിച്ചത്, പക്ഷേ റെഡാണ് വന്നത്. കുഴപ്പമില്ലാത്തൊരു പ്രൊഡക്റ്റാണ് ഈ അംബാസിഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടുമാണ് ഞാൻ ആദ്യം വാങ്ങിയത്. അതിനുശേഷം പിന്നെ എനിക്കിത് വാങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പ്രീമിയർ പത്മിനി, ഇതും സെൻറ്റിയുടെയാണ്. ശരിക്കും പറഞ്ഞാൽ ഇത്രയും പ്രൊഡക്ട്സ് വാങ്ങിയതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറയുന്നത് ഈ പ്രീമിയർ പത്മിനിയാണ്. കാരണം ഇതിൻ്റെ ഡീറ്റെയിലിംഗ് ഒരു രക്ഷയില്ല, നല്ല പക്കായിട്ടാണ് അവർ കൊടുത്തിരിക്കുന്നത്. ബട്ട് ഇതിൻ്റെ പ്രൈസ് അല്പം കൂടുതലാണ്. 300 എത്രയും കണ്ടൊക്കെ വന്നത് 345 രൂപ. ഇപ്പോൾ അത്രയും വിലയില്ല. ഇപ്പോൾ 200 സംതിങ് റുപ്പീസിന് ഈ ഒരു സാധനം കിട്ടും. വില കുറവാണ്. പിന്നെ പത്മിനി ടാക്സി വാങ്ങുകയാണെങ്കിൽ ടാക്സി തന്നെ മേടിക്കുക. കാരണം ഇതിൻ്റെ ഈ ടാക്സിയാണ് ഏറ്റവും രസം. സാധാ പത്മിനി ഉണ്ട് പല കളറിലുള്ളത്. ടാക്സി വണ്ടി കാണുന്ന ഡ്രസ്സുണ്ട്. ആ മേളിലേക്ക് ഏരിയറും അതുപോലെ തന്നെ ഫ്രണ്ടിൽ ഈ സാധനമൊക്കെ വന്നിരിക്കുന്നത്. ഇൻറ്റീരിയർ സൈഡാണെങ്കിൽ അത്യാവശ്യം നല്ല ഡീറ്റെയിലിംഗ് തന്നെയാണ് ഈ ഒരു പ്രീമിയർ പത്മിനിക്ക് കൊടുത്തിരിക്കുന്നത്. പിന്നെ നല്ല രസമുണ്ട് പത്മിനി. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ അകത്തൊരു കാണുമ്പോൾ നല്ലൊരു കറക്റ്റ് ഒരു സ്കെയിൽ മോഡൽ ഉള്ളൊരു പക്കായിട്ട് ഡീറ്റെയിലിംഗ് ആണ് പത്മിനിക്ക് കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഏതൊക്കെയാണ് മേടിച്ച് നിൽക്കുകയാണെന്ന് എനിക്ക് വലിയ നിശ്ചയമില്ല. എങ്കിലും നമുക്ക് ഓരോന്നിനും വരാം. ഇനി നമുക്ക് നെക്സ്റ്റ് പറയുവാണെങ്കിൽ കാസ് എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു ആനിമേറ്റഡ് മൂവിയിൽ കണ്ടിരിക്കുന്ന കാസാണ്. ഇത് 6 എണ്ണം വരും. ഇതാണ്ട് നമ്മുടെ ക്രൂസ്, നമ്മുടെ ലൈറ്റ്നിങ് മെക്വീൻ, നമ്മുടെ മാട്ടർ, പിന്നെ വേറൊരു ജാക്സൺ സ്ട്രോം, ഇവരൊക്കെ വരുന്നത് ഒരു മൊത്തം 6 പീസ് ഉണ്ട്. 200 ഞാനിതിവിടെ വെക്കാം, ഇല്ലെങ്കിൽ ഞാൻ മറന്നു പോകും. ഇത് മേടിച്ചിരിക്കുന്നത് ഒരു സെക്കൻഡ്, കാസ് എന്ന് പറയുന്ന സാധനം മേടിച്ചത് 261 രൂപക്കാണ് മേടിച്ചിരിക്കുന്നത്. 261 രൂപയ്ക്ക് തെറ്റില്ല. എനിക്ക് അതൊരു ടൈമിലൊരു ലിമിറ്റഡ് ടൈം എന്ന് പറഞ്ഞാൽ വന്നാണ്. 261 രൂപയ്ക്ക് തെറ്റില്ല. അത് ഡൈകാസ്റ്റാണ് വന്നിരിക്കുന്നത്. എല്ലാം മെറ്റൽ പീസാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് സംഗതിയൊക്കെ കൊള്ളാം. നല്ല സംഗതി തന്നെയാണ് ഈ കാസ് എന്ന് പറയുന്നത്. കാരണം ഇത്രയും ടോയ്സൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇത്രയും കാസാണ് നമുക്ക് കിട്ടുന്നത്. അത് കൊള്ളാം. അതായത് വലിയ കുഴപ്പമില്ലാത്തൊരു പ്രൊഡക്റ്റായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ കാസ് അങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വാങ്ങിയതിൽ മിക്കതും നമ്മൾ ഓൾമോസ്റ്റ് സ്കെയിൽ മോഡൽസായിട്ട് സാദൃശ്യമുള്ള സാധനങ്ങളൊക്കെയാണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത്. നമുക്ക് നെക്സ്റ്റ് പറയുവാണെങ്കിൽ ഡിഫൻഡറാണ്. ഡിഫൻഡർ ഡൈകാസ്റ്റ് ആണ്. ടൊയ്ക്കോ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ എന്ന് തോന്നുന്നു ഈ ഒരു ഡിഫൻഡർ എന്ന് പറയുന്നത്. ഡോറൊക്കെ തുറക്കാൻ പറ്റും, ബാക്കിലെ ബൂട്ടൊക്കെ തുറക്കാൻ പറ്റും, ഫ്രണ്ടിലെ ഹുഡ് തുറക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള സാധനമാണ്. ഇത് അത്യാവശ്യം ബാക്കോട്ട് വലിച്ചാൽ മുന്നോട്ട് വന്ന വണ്ടിയാണ്. കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റി ഉണ്ട്. ഡിഫൻഡറിന് ഏകദേശം 220 രൂപയാണ്. 220 രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു ഡിഫൻഡർ വാങ്ങിയിരിക്കുന്നത്. ഡിഫൻഡർ കൊള്ളാൻ നല്ലൊരു ഡിഫൻഡറാണ്. അതുപോലെ തന്നെ ഡൈകാസ്റ്റിൽ നമ്മൾ മറ്റുള്ള വാങ്ങിയിരിക്കുന്നതാണ് മസ്തങ്ക്. നമ്മൾ ഏറ്റവും ലാസ്റ്റ് വാങ്ങിയിരിക്കുന്നത് ഈ ഒരു മസ്തങ്കാണ്. മസ്തങ്ങിന് ഏകദേശം 254 രൂപയാണ് വന്നിരിക്കുന്നത്. തെറ്റില്ലാത്തൊരു പ്രൊഡക്റ്റാണ് മസ്തങ് എന്ന് പറയുന്നത്. പിന്നെ പറയുവാണെങ്കിൽ നമുക്ക് ഇന്നോവ ക്രിസ്റ്റയോട് വരാം. ഇന്നോവ ക്രിസ്റ്റയും അത്യാവശ്യം തെറ്റില്ലാത്തൊരു പ്രൊഡക്റ്റായിട്ട് എനിക്ക് തോന്നി.
തോന്നി. എല്ലാ പ്രൊഡക്റ്റും തെറ്റൊന്നുമില്ല, എല്ലാ പ്രൊഡക്റ്റും കുഴപ്പമില്ലാത്ത പ്രൊഡക്റ്റാണ്. അത് ആദ്യമേ പറയാം. അപ്പോൾ ഇന്നോവ ക്രിസ്റ്റയ്ക്ക് ഏകദേശം 200 എത്ര രൂപ അടിച്ചത്, 237 രൂപയാണ്. പിന്നെ ഗോൾഡും കൊടുത്തിട്ടുണ്ടായി. നമ്മൾ ഫ്ലിപ്കാർട്ടിൽ സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ ഗോൾഡ് നമുക്ക് കിട്ടും. ആ ഗോൾഡും കൂടി വെച്ചിട്ടാണ് നമ്മൾ ഇന്നോവ എടുത്തത്. ഏകദേശം 237 രൂപയ്ക്കല്ലേ മേടിച്ചിരിക്കുന്നത്. 237 രൂപയ്ക്കാണ് ഇന്നോവയുടെ ക്രിസ്റ്റ വാങ്ങിയിരിക്കുന്നത്. സെൻറ്റി എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെയാണ് ഈ ഒരു ഇന്നോവ ക്രിസ്റ്റ എന്ന് പറയുന്നത്. അതും തെറ്റില്ലാത്തൊരു പ്രൊഡക്റ്റാണ്. ആരാളാ സൈക്കിളിൽ ഫോൺ അടിക്കേണ്ടത് ഇത് പയ്യന്മാർ, അതിനുള്ളാക്കിയിട്ട്. പിന്നെ നെക്സ്റ്റ് നമ്മൾ ഇന്നോവക്ക് തൊട്ട് മുമ്പ് വാങ്ങിയതാണ് ഈ ഒരു ക്രെറ്റയെന്ന് തോന്നുന്നു. 150 രൂപയാണ്. 150 രൂപയ്ക്ക് ഈ ഒരു ക്രെറ്റ തെറ്റില്ല, അടിപൊളിയാണ്. കാരണം 150 രൂപ കൊടുക്കാനാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ക്രെറ്റ അടിപൊളിയാണ്. 200 രൂപ താഴെ നമുക്ക് നല്ല സാധനങ്ങളൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ ഇതും സെൻറ്റി എന്ന് പറയുന്ന പ്രൊഡക്റ്റിൻ്റെയാണ്. 200 രൂപ താഴെ നമുക്ക് കിട്ടാവുന്ന നല്ലൊരു പ്രൊഡക്റ്റ്, ഒരു ടോയാണ്. ഇതൊക്കെ ടോയ്സ് ആട്ടോ. അപ്പോൾ ഇത് തെറ്റില്ലാത്തൊരു പ്രൊഡക്റ്റായിട്ട് എനിക്ക് തോന്നി. കാണാൻ അത്യാവശ്യം ഡീറ്റെയിലിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. 150 രൂപയ്ക്ക് തെറ്റില്ലാത്തൊരു നല്ലൊരു പ്രൊഡക്റ്റായിട്ട് എനിക്ക് തോന്നി ഈ ഒരു വണ്ടി എന്ന് പറയുന്നത്. നമുക്ക് ആ കൊടുക്കുന്ന പൈസക്കുള്ള മൂല്യം കിട്ടുമ്പോഴാണ് നമുക്കത് ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത്. ഇപ്പോൾ എനിക്ക് ഇതിനകത്ത് ഓവർ പ്രൈസ്ഡാണെന്ന് പറയാനായിട്ടുള്ളത് ഈ ഒരു ജിപ്സിയും അതുപോലെ തന്നെ പ്രീമിയർ പെറ്റ്മിനെയൊക്കെ വെച്ചിട്ട് ഓവർ പ്രൈസ്ഡാണ്. ആ പൈസക്കുള്ള സംഗതി ഇല്ല എന്ന് തന്നെ പറയാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പറയുകയാണെങ്കിൽ സ്വിഫ്റ്റാണ്. സ്വിഫ്റ്റ് ഏകദേശം 100 സംതിങ്ങാണ് ഞാൻ മേടിച്ചത്. സ്വിഫ്റ്റ് ഞാൻ മേടിച്ചത് അത് എവിടെയാണ്, സ്വിഫ്റ്റ് ഇവിടെ 189 രൂപക്കാണ്. ഇപ്പോൾ 150 സംതിങ് റുപ്പീസിന് കിടക്കുന്നുണ്ട്. 150 റുപ്പീസിന് കിടക്കുന്നുണ്ട്. ഞാൻ 180 സംതിങ് റുപ്പീസാണ് ഈ ഒരു ഇത് വാങ്ങിയിരിക്കുന്നത്. സ്വിഫ്റ്റ് എന്ന് പറയുന്നത് സ്വിഫ്റ്റ് തെറ്റില്ല, കുഴപ്പമില്ല എന്ന് പറയുന്നതാണ്. പിന്നെ വാഗണറാണ്. വാഗണറും ഏകദേശം 100 സംതിങ്ങാണ് മേടിച്ചിരിക്കുന്നത്. വാഗണർ 197 രൂപക്കാണ് വാഗണർ വാങ്ങിയിരിക്കുന്നത്. 197 രൂപക്കൊന്നും ഇപ്പം ഇല്ല. പിന്നെ ഞാൻ വാങ്ങിയ പ്രൊഡക്ട്സൊക്കെ എന്തല്ല, ഞാൻ വാങ്ങിക്കഴിഞ്ഞ് കുറച്ച് നേരം തന്നെ ഇതിൻ്റെ ഒക്കത്തിൻ്റെയും വില കുറയാണ് ചെയ്യുന്നത്. അതെങ്ങനെയുണ്ട്? നമുക്കിനി നെക്സ്റ്റ് പറയുകയാണെങ്കിൽ നമ്മുടെ പോളോയാണ്. പോളോ അത്യാവശ്യം നല്ല രസകരമായ പോളോയാണ്. പോളോൻ്റെ വൈറ്റാണ് ഇച്ചിരി കൂടി രസകരം. യെല്ലോയും കുഴപ്പമില്ല, വൈറ്റും കൊള്ളാം, യെല്ലോയും കൊള്ളാം. അപ്പോൾ ഇതൊക്കെ സെൻറ്റി എന്ന് പറയുന്ന പ്രൊഡക്റ്റിൻ്റെയാണ്, സെൻറ്റി എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെയാണ്. പോളോയ്ക്ക് ഏകദേശം നമ്മൾ 234 രൂപയാണ് പോളോയ്ക്ക് കൊടുത്തിരിക്കുന്നത്. തെറ്റില്ലാത്തൊരു പ്രൊഡക്റ്റാണ് പോളോ എന്ന് പറയുന്നത്. പോളോ നമുക്ക് ഇവിടെ വെക്കാം, പോളോ. പിന്നെ നമുക്കിനി ലാസ്റ്റ് ഇതിൻ്റെ അകത്തുള്ളൊരു ഉള്ളതാണ് നമ്മുടെ i10. ബാക്കിയെല്ലാം ഏകദേശം പറഞ്ഞു തോന്നുന്നു. i10 ഏകദേശം 100 സംതിങ് എന്തോ വിലയാണ് വന്നിരിക്കുന്നത്. 174 രൂപക്കാണ് നമ്മൾ ഈ ഒരു i10 വാങ്ങിയിരിക്കുന്നത്. i10 സെൻറ്റി എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെയാണ്. പിന്നെ ലാസ്റ്റ് വണ്ണാണ് നമ്മുടെ ഈ ഒരു താറ്. ഇത് താറാട്ടം ഞാൻ വാങ്ങിയിരിക്കുന്നത്. പക്ഷേ കാഴ്ചയിൽ വേറെ റാംഗ്ലറൊക്കെ പോലെയൊക്കെ ഇരിക്കുന്നുണ്ട്. താറ് 186 രൂപക്കാണ് താറ് വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയും പ്രൊഡക്ട്സാണ് ഞാനിപ്പോൾ ഈ റീസെൻ്റ്ലി ആയിട്ട് കളക്ട് ചെയ്ത് തുടങ്ങിയിരിക്കുന്നത്. നമ്മളെ കളക്ഷൻ തുടങ്ങിയിട്ട് വാങ്ങിയിരിക്കുന്ന ഐറ്റംസാണ് ഈ കാണുന്നതൊക്കെ. അപ്പോൾ 1 2 3 4 5 6 7 8 9 10 11 കാസ് ഉണ്ട്. അതിൻ്റെ അകത്ത് നമ്മുടെ 13ാമത്തെയാണ് നമ്മുടെ ഈ ഒരു സാധനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ 12 എണ്ണത്തിലും എനിക്ക് തോന്നുന്നു 1 2 3 4 5 6 7 8 9 എണ്ണവും സെൻറ്റിയുടെയാണ്. അതെ, 9 എണ്ണവും സെൻറ്റിയുടെയാണ്. സെൻറ്റി എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ സാധനം വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ സെൻറ്റി എന്ന് പറയുന്ന പ്രൊഡക്ട്സിൻ്റെ അത്യാവശ്യം തെറ്റില്ലാത്ത പ്രൈസ് റേഞ്ചിൽ കിട്ടുന്ന കുറച്ച് ടോയ്സൊക്കെ നമുക്ക് കിട്ടും. ഇതൊക്കെ ടോയ്സാണ്. നമ്മൾ ഇനി കളക്ട് ചെയ്യാൻ പോകുന്നത് ടോയ്സ് ഒന്നുമല്ല, നമ്മൾ ഡൈകാസ്റ്റ് ആണ് ഇനി നെക്സ്റ്റ് കളക്ട് ചെയ്യാൻ പോകുന്നത്. ഡൈകാസ്റ്റ് കളക്ട് ചെയ്യുന്നതിൻ്റെ മുന്നോടിയായിട്ടൊക്കെയാണ് നമ്മൾ ഇനി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുവരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇനിയും കുറേ ടോയ്സും കാര്യങ്ങളൊക്കെ വാങ്ങുന്നതായിരിക്കും. പിന്നെ നമ്മൾ ടോയ്സ് മാത്രമല്ല നമ്മളുടെ ഈ ഒരു ചാനലിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കാസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള പല സാധനങ്ങളും നമ്മൾ കൊണ്ടുവരും. പിന്നെ നമുക്ക് അതുപോലെ തന്നെ അൺബോക്സിങ് വീഡിയോസ് പലതരം കൊണ്ടുവരും. ചിലപ്പോൾ എൻ്റെ കുറച്ച് കോമാളിത്തരങ്ങൾ കൊണ്ടുവരും. അതിൻ്റെയൊക്കെ പല പല സംഗതിയൊക്കെ ഞാൻ കൊണ്ടുവരും. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പറ്റൊരു സബ്സ്ക്രൈബ് ചെയ്യാമെന്ന് ഞാൻ എടുത്തെടുത്ത് പറയുന്നു. ഇഷ്ടപ്പെടാണ്ടിരിക്കാൻ വഴിയൊന്നുമില്ല. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെടണ്ട, ഇഷ്ടപ്പെടണമെങ്കിൽ ഇഷ്ടപ്പെടുക, അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കാറുകളെ പറ്റി കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ, വാഹന ലോകത്തെ ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകളും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു ചാനലുണ്ട്, ഓട്ടോ മാഗസിൻ എന്നാണ്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഓട്ടോ മാഗസിൻ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാര്യമില്ല. കാരണം ഇപ്പോഴായി പിന്നെ ഞാൻ അതിനകത്ത് വീഡിയോകളൊക്കെ വളരെ കുറവാണ്. അതുകൊണ്ട് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസ് ചിലതൊക്കെ എടുത്തിടും, ഡെയിലി വീഡിയോസ് ഒന്നും ഇടാറില്ല. ബട്ട് എങ്കിൽ പോലും നമ്മൾ അതിൻ്റെ അകത്ത് കുറച്ച് വീഡിയോസ് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തും കുറച്ച് കോമാളിത്തരമൊക്കെ കാണിച്ച് വരുന്നുണ്ട്. എനിക്ക് തന്നെ ഓവറായിട്ട് തോന്നിയിട്ടുണ്ട്. എങ്കിൽ പോലും നമ്മളത് മാറ്റി മറിച്ച് കൊണ്ടുവരും. അപ്പോൾ നമ്മളുടെ ഈ ഒരു ചാനലിൽ നമ്മൾ ചാനൽ തുടങ്ങിയിട്ട് നമ്മൾ കളക്ട് ചെയ്ത കാസുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. ചെറിയൊരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസമാണ് വീഡിയോ പറഞ്ഞ് വെച്ചാൽ അത്യാവശ്യം ടൈം ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അതിൻ്റെ ഇടയിൽ ലാസ്റ്റായിട്ട് ദാണ്ടെ ഒരു സാധനം അൺബോക്സ് ചെയ്യുന്ന വീഡിയോ കൂടി വരുന്നുണ്ട്. അൺബോക്സിങ് അല്ല, ASMR വീഡിയോ ഉദ്ദേശിക്കുന്നത്. ASMR വീഡിയോ ഒക്കെ നമ്മൾ ഒരുപാട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പറ്റി വെച്ചാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഈസ് മീ. അപ്പോൾ കാണാം അടുത്ത വീഡിയോയിൽ. ബൈ ബൈ.